ബി അശോക് IAS തദ്ദേശ വകുപ്പ് ഭരണ പരിഷ്കാര കമ്മീഷനായി നിയമിച്ച സർക്കാർ ഉത്തരവ് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ റദ്ദാക്കി. സർക്കാർ നടപടി മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് എന്നാണ് CAT കണ്ടെത്തൽ. കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നാണ് ബി അശോകിനെ സർക്കാർ മാറ്റിയത്. ബിനിൽ ചേർന്നുണ്ട്. ബിനിൽ, എന്തൊക്കെ സാഹചര്യങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടാണ് സർക്കാർ തീരുമാനത്തിന് എതിരായ ഇപ്പോഴത്തെ നിലപാട്? രതീഷ്, വളരെ അപ്രതീക്ഷിതമായിട്ടായിരുന്നു സർക്കാർ കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ബി അശോകിനെ മറ്റൊരു തസ്തികയിലേക്ക് മാറ്റുന്നത്. അതായത് സെക്രട്ടേറിയറ്റിന് പുറത്തുള്ള ഒരു തസ്തികയിലേക്കാണ് അദ്ദേഹത്തെ മാറ്റിയത്. തദ്ദേശ ഭരണ വകുപ്പിന്റെ ഭരണ പരിഷ്കാര കമ്മീഷനായിട്ടാണ് മാറ്റുന്നത്. പക്ഷേ അതിനു വേണ്ടി ഒരു ഓഫീസോ മറ്റു സംവിധാനങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഈ സ്ഥലം മാറ്റം ബി അശോക് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ ചോദ്യം ചെയ്യുകയായിരുന്നു. ഹർജി പരിഗണിച്ച ആ സമയത്ത് തന്നെ CAT ഈ ഉത്തരവ് സ്റ്റേ ചെയ്തിരുന്നു. അതായത് സ്ഥലം മാറ്റം മരവിപ്പിച്ച് നൽകിയിരുന്നു. അതായത് തൽസ്ഥാനത്ത് തന്നെ തുടരാൻ, പ്രിൻസിപ്പൽ സെക്രട്ടറി കൃഷി വകുപ്പ് സ്ഥാനത്ത് തന്നെ തുടരാൻ ബി അശോകിന് ഈ CAT അനുമതി നൽകുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ആ ഹർജി പരിഗണിച്ച് അന്തിമമായ തീർപ്പ് വന്നിരിക്കുന്നു. ബി അശോകിന്റെ സ്ഥലം മാറ്റം റദ്ദാക്കുകയാണ് CAT ചെയ്തിരിക്കുന്നത്. IAS ഉദ്യോഗസ്ഥരുടെ സ്ഥലം മാറ്റവുമായി ബന്ധപ്പെട്ട കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് സർക്കാർ ബി അശോകിനെ സ്ഥലം മാറ്റിയത് എന്നതാണ് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ സർക്കാർ തീരുമാനത്തിന് തിരിച്ചടി ഏൽക്കുകയാണ്. അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ നിന്ന് ബി അശോകിന് അനുകൂലമായ ഉത്തരവുണ്ടാകുന്നു. ബിനിലാണ് ആ വിവരങ്ങൾ കൊച്ചിയിൽ നിന്ന് നൽകിയത്.